ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനൊരു എരുന്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ എരുന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ള ഒരുവിധം സ്ഥലത്തുള്ളവർക്കൊക്കെ എരുന്ത് എന്താണെന്ന് അറിയാം. ഇതറിയാത്ത ജില്ലക്കാരാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്. ഇത് എരുന്താണ്, അതല്ലാതെ കക്ക അല്ല. എരുന്ത്, അതായത് ചെറിയ എരുന്ത്. ഇത് നമ്മൾക്ക് കറി വെക്കാം, താളിപ്പുണ്ടാക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയാൽ മാത്രം ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അത് അറിയാത്തവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതാ നമ്മുടെ എരുന്ത് നല്ലവണ്ണം നമ്മൾ ആദ്യം ഒന്ന് പൊറുക്കിയെടുക്കണം. എരുന്ത് അതിൽ ചെറിയ ഇത്തിളൊക്കെ ഉണ്ടാവും, അതൊക്കെ വേർതിരിച്ച് പൊറുക്കിയെടുത്ത് നല്ലവണ്ണം നമ്മളൊരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതാ ഞങ്ങൾ എരുന്തിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ തേങ്ങയും ചെറിയുള്ളിയും അരച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം. അതായത് നല്ല തീയിൽ നല്ല ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഈ എരുന്തെല്ലാം അങ്ങനെ തൊള്ള തുറന്ന് വരും. അതായത് എരുന്തിൻ്റെ വായ തുറക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലല്ല, ഒറ്റ തീയിൽ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല തീ കത്തിച്ചു. ഇതാ നല്ല ഈ ഒരൊറ്റ തളയിൽ തന്നെ ഈ എരുന്ത് എല്ലാം ഇങ്ങ് വായ തുറന്ന് വരും. അപ്പോഴന്നെ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ എരുന്ത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ആ എരുന്തിൽ തന്നെ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നോക്കുക. ഇതാ എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ എരുന്ത് കറി ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഇത് തോടോട് കൂടി കറി വെക്കണം. അതായത് ഇതിൻ്റെ തോടിൽ കാൽസ്യമാണ്. ഇത് നല്ല സാധനമാണ്. അപ്പോൾ ഇത് തോടോട് കൂടി കറി വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കുറച്ച് വലുതാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ കാമ്പ് എന്ന് പറയാം, അകത്തുള്ള ഇറച്ചി നമുക്ക് വേറെ ആക്കിയിട്ട് ചെയ്യുക. ഈ ചെറിയ എരുന്താണ് ഇങ്ങനെ കറി വെക്കുന്നതും താളിപ്പുണ്ടാക്കുന്നതും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കറി മാത്രം കിട്ടിയാൽ തന്നെ നമുക്ക് ചോറ് ഉണ്ണാൻ പറ്റും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്കറിയാം, മറ്റു ജില്ലക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതൊരു നിലക്കും ഇത് മോശമല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം കോഴിക്കോട്ടേക്ക് വാ, നിങ്ങൾക്ക് അടിപൊളി കറിയാണ് ഇത് കൂട്ടി ചോറ് ഒരു വട്ടം ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളത് പിന്നെയും വേണം എന്ന് പറയും. അപ്പോൾ ഇതേ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്ന് തേങ്ങ ഒക്കെ പാർന്ന് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെറിയുള്ളി ഇട്ട് വേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി പാകമായി വന്നാൽ നമുക്കിത് തൂമിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എല്ലാം ഇട്ടു. എന്നിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കറി കണ്ടില്ലേ? കറി കണ്ടാൽ തന്നെ അത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ് അതിന്. പിന്നെ ഒരുപാട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് നീട്ടരുത്, ഒരു പാകത്തിന് കുറുകിയ രീതിയിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എരുന്ത് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? എരുന്ത് കറിയാണിത്, തേങ്ങ അരച്ച എരുന്ത് കറിയാണ് കേട്ടോ. ഇത് കോഴിക്കോട് മലപ്പുറത്തുകാരൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ്.
അപ്പോൾ ഇത് ചോറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇത്തിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അകക്കാമ്പ് എടുത്തിട്ടാട്ടോ കഴിക്കുക. ഇത്തിൽ എന്നിട്ട് നമ്മൾ കളയും, അല്ലാതെ ഇത്തിൽ തിന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി ചോറ് കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി